ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സുമി മൊബാസ് മനസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇടാനായിട്ട് വന്നൊരു പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ പവിത്രം സീരിയൽ എല്ലാ തിങ്കളാഴ്ചയാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. അത് 5 എപ്പിസോഡുകൾ ഒരുമിച്ചായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലും ഇനിയിപ്പോൾ മൺഡേ വരുമ്പോൾ നമുക്ക് ആ പ്രൊമോ നമുക്ക് ഇടാം. അതിപ്പോൾ പാർട്ടായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ കഴിഞ്ഞ മൺഡേ ആ ഒരു ഒറ്റ സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി മുതൽ നോക്കിയൊരു സെക്ഷനായിട്ട് തിരിച്ച് നമുക്കിടാം. കാരണം 5 എപ്പിസോഡും കൂടെ നമുക്ക് ഒറ്റ ഇതിൽ പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് വിശേഷങ്ങൾ നമുക്കൊന്ന് ഇട്ടാലോ. അതായത് എല്ലാ ദിവസവും ഇടാൻ കിട്ടിയില്ലെങ്കിലും ആഴ്ചയിൽ ഞാൻ കിട്ടുന്ന അനുസരിച്ച് നമ്മുടെ പവിത്രത്തിൻ്റെ അപ്കമിങ് വിശേഷങ്ങൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കറക്റ്റ് പ്രൊമോ എല്ലാ ദിവസവും തിങ്കൾ മാത്രമേ നമുക്ക് ജിയോയിൽ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതനുസരിച്ചിട്ട് നമ്മുടെ എപ്പിസോഡ് പ്രൊമോ ഞാൻ മൺഡേ ഇടും. ബാക്കി അപ്കമിങ് വിശേഷങ്ങൾ കിട്ടുന്ന അനുസരിച്ചിട്ട് അതേ സമയത്ത് തന്നെ 11 മണിക്കാണ് എല്ലാ ദിവസവും രാവിലെ 11 AM നമ്മളെ പവിത്രം മനസ്സിൽ ഞാൻ ഇടുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇന്നിപ്പോൾ അപ്കമിങ് വിശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പവിത്രം സീരിയൽ കേട്ട് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമുണ്ട്. കാരണം ഭയങ്കര നല്ല രീതിയിലാട്ടോ പവിത്രം പോകുന്ന അപ്കമിങ് വിശേഷം കൂടെ കേൾക്കുമ്പോൾ അടിപൊളിയാണ്. കാരണം നമ്മൾ എന്തായാലും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കും ആ ഒരു സീരിയലിൻ്റെ ആ ഒരു ഇത് കാണാനായിട്ടും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. ഒരുപാട് ദീർഘിപ്പിച്ച് ബോറൊന്നും അടുപ്പിക്കണ്ട. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വേദ ഡൽഹിയിൽ ശ്രേയയുടെ സഹായത്തോടു കൂടി ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ ACP വരുണിൻ്റെ ഭാര്യയായ രാധിക ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അത് ഇച്ചിരി കോംപ്ലിക്കേഷനായിട്ടാണ് രാധിക അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഡൽഹി മുഴുവൻ അടിച്ചു വാരിക്കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ. കാരണം ഡൽഹിയിലുണ്ട് എന്നുള്ളത് ഒരു ഇത് റീൽസിൽ കൂടെ നമ്മുടെ ആരാണ് ദർശൻ കണ്ട് അത് ശ്രീകാന്തിനെ അറിയിച്ചിട്ടാണ് ശ്രീകാന്ത് നമ്മുടെ വേദയെ തപ്പി നടക്കുന്നത്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ നമ്മുടെ വേദയുടെ ഒറിജിനൽ നെയിം മാറ്റി വേറൊരു പേരാക്കി. അത് ആ ഡോക്ടറുടെ സഹായത്തോടെയും നമ്മുടെ നേഴ്സായ അരുണയുടെ സഹായത്തോടും കൂടിയാണ് അത് ചെയ്തത്. പക്ഷേ അങ്ങനൊരു സംഭവം ചെയ്തതുകൊണ്ട് ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾക്ക് കണ്ടെത്താനായിട്ടില്ല വേദേനെ. അങ്ങനെ നമ്മുടെ വേദയും രാധികയും ഒരേ സമയം തന്നെ പെയിൻ വരാണ്, ഡെലിവറി പെയിൻ വന്നിട്ട് അവരെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോവാണ്. ആ കൊണ്ടുപോകുന്ന സമയത്തും നമ്മുടെ രാധിക അവസാനമായിട്ട് പറയുന്ന പോലെ തന്നെ വരുണിൻ്റെ അടുത്ത് കാര്യം പറയണം. അതായത് ഈ പ്രസവത്തോടു കൂടി എൻ്റെ ജീവൻ എനിക്ക് തിരിച്ച് കിട്ടുമോ എന്നറിയില്ല വരുൺ. അതുകൊണ്ട് നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഒരു കാരണവശാലും ഈ നാട്ടിൽ നിർത്തരുത്. ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിങ്ങൾ അവിടെ താമസിക്കണമെന്നൊക്കെ പറയുന്ന ഒരു അവസാന വാക്ക് പോലെയാണ് രാധിക അത് പറയുന്നത്. അത് കേട്ടിട്ട് വരുണിന് ഭയങ്കര വിഷമമാണ്. കാരണം ഒരിക്കലും രാധികയെ ഞാൻ മരണത്തിനോട് വിട്ടുകൊടുക്കില്ല, നിനക്കൊന്നും സംഭവിക്കില്ല, ആത്മവിശ്വാസം കൊടുത്ത് തന്നെയാണ് വിടുന്നത്. അതേസമയം നമ്മുടെ വേദയും പാവം ഒരാൾ പോലും ശ്രേയ മാത്രമാണ് ഉള്ളത് ഈ സമയത്തും. തൻ്റെ ഭർത്താവോ അച്ഛനോ അമ്മയോ ആരും നമ്മുടെ വേദയോടൊപ്പം ഇല്ല കേട്ടോ. അങ്ങനെ 2 പേരും ലേബർ റൂമിൽ കയറിയാണ് പ്രസവ വേദന കൊണ്ട്. നമ്മുടെ വേദയും അതുപോലെ രാധികയും ഒരേ ടൈമിൽ തന്നെ പ്രസവ വേദന അനുഭവിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കമല ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ICUയിൽ കിടക്കുകയാണ്. ഒരു ശ്വാസം പോലും കിട്ടാനാവാതെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മുടെ കമല നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വിനായകനും വിശ്വനും ശ്രീജയും നന്ദിനിയും ഒക്കെ അടുത്തുണ്ട്. അപ്പോൾ മാഷും എല്ലാവർക്കും അറിയാം കമലയുടെ സിറ്റുവേഷൻ അത്ര നല്ലതല്ല, കമല മരണപ്പെടും എന്നുള്ളത്. അവസാന സമയത്തും കമലയുടെ മനസ്സിൽ എൻ്റെ മകൻ വിക്രം, അവൻ്റെ ഒപ്പം എൻ്റെ വേദയും കൂടെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തോടെയാണ് കമല അവിടെ കിടക്കുന്നത്.
ഇതേ സമയം നമ്മുടെ രാധികയ്ക്ക് പെയിൻ വന്നുവെങ്കിലും പ്രസവം വരാത്തത് കൊണ്ട് രാധികയെ സിസേറിയൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ വിധിയെന്ന് പറയട്ടെ, രാധികയുടെ ജീവൻ തിരിച്ച് കിട്ടിയിട്ടില്ല. ആ കുഞ്ഞിൻ്റെ ജീവൻ മാത്രമേ ഡോക്ടറിന് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചുള്ളൂ. ഈ സമയം തന്നെ നമ്മുടെ വേദയും സുഖപ്രസവം, അതായത് നോർമൽ ഡെലിവറി ആയിട്ട് തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ പ്രസവവും കഴിയാണ്. ഈ സമയം നമ്മുടെ കമലയുടെ അവസാന ശ്വാസവും നിലയ്ക്കുകയാണ് കേട്ടോ. ഇതറിഞ്ഞ വിക്രം സഹിക്കാനാവാണ്ട് വിക്രമിനെ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഭാഷിനെ കെട്ടിപ്പിടിച്ച് വിക്രം കരയാണ്. എൻ്റെ അമ്മ പോയി, എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. അച്ഛൻ ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് താമസിക്കരുത്, അച്ഛൻ വിശ്വട്ടൻ്റെ കൂടെ പോയി താമസിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞു, മോനെ നീ സമാധാനപ്പെട്, കമലയുടെ അവസാന ആഗ്രഹം നിന്നെയും വേദയും ഒരുമിച്ച് കമലയ്ക്ക് കാണണമെന്നുള്ളതായിരുന്നു. സാരമില്ല, നീ എന്നാണെങ്കിലും നിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് നീ പുറത്തിറങ്ങുന്ന സമയം വേദ എവിടെയാണെങ്കിലും തിരിച്ചെത്തും, നമുക്ക് ഒരുമിച്ച് അന്നേരം താമസിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മാഷി വിക്രമിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വിക്രം തൻ്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുകയാണ്. അങ്ങനെ കമലയുടെ ജീവിതം അവിടെ തീരുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ വരുണിന് ACP വരുണിന് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞിനെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ എന്നും രാധികയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. കാരണം രാധികയുടെ കുറച്ച് കോംപ്ലിക്കേഷനായിരുന്നു രാധികയുടെ സിറ്റുവേഷൻ, അത് മുൻകൂട്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വരുണിനത് സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമായിരുന്നു. കാരണം വരുൺ അത്രയേറെ രാധികയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ മാറോടണച്ച് വരുൺ വാവിട്ട് കരയാണ് കേട്ടോ. ഡൽഹി വിറപ്പിച്ച ഒരു ACP, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ തൻ്റെ ജീവിതം ഇത്രയേറെ ഇതായിപ്പോയല്ലോ എന്നോർത്തിട്ട് വരുൺ വല്ലാണ്ട് നെടുവീർപ്പിടുകയാണ് കേട്ടോ. വരുണിൻ്റെ അമ്മയ്ക്കും സഹിക്കാനാവുന്നില്ല. ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ കരയാണ്. ആ സമയത്താണ് വേദ നോർമലായിട്ട് വന്നപ്പോൾ നമ്മുടെ നേഴ്സ് അരുണ പറയുന്നത് ഇങ്ങനെ ACP വരുൺ സാറിൻ്റെ വൈഫ് രാധിക ഇങ്ങനെ കുഞ്ഞുണ്ടായെന്നും സിസേറിയനായിരുന്നു എന്നും, പക്ഷേ രാധിക മരണപ്പെട്ടു എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം നമ്മുടെ വേദ അറിയണം കേട്ടോ. വേദയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ്. അങ്ങനെ നമ്മുടെ വരുണിൻ്റെ അമ്മ വേദയുടെ അടുത്ത് ആ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. കാരണം വേറൊന്നുമല്ല, രാധിക ഞങ്ങളെ എല്ലാം വിട്ടു പോയി മോളെ എന്നുള്ളൊരു സങ്കടം വേദ അറിയിക്കുകയാണ്. അപ്പോൾ വേദയ്ക്കും വല്ലാത്തൊരു വിഷമമാവുകയാണ്. അപ്പം സാർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വേദ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് ഇത്രയും നേരം കുഞ്ഞിൻ്റെ മുമ്പിലിരുന്ന് അവൻ വാവിട്ട് കരയായിരുന്നു. ഇപ്പോൾ രാധികയുടെ ബോഡിയും കെട്ടി ആംബുലൻസിൽ പോയി അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞാണെങ്കിൽ ആ അമ്മയുടെ കയ്യിലിരുന്ന് ഭയങ്കര കരച്ചിലാണ്. കുഞ്ഞു കുട്ടിയാണ്. അപ്പം കുറച്ച് നേരത്തെ കുഞ്ഞുണ്ടായത് കൊണ്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ ആ കുഞ്ഞിനെ കയ്യിലെടുക്കുകയാണ്. ആ കയ്യിലെടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് അമ്മ ഞാൻ ഈ കുഞ്ഞിന് എൻ്റെ മുലപ്പാൽ കൊടുത്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പം അമ്മ കൊടുത്തോളാൻ പറയാൻ കേട്ടോ. അങ്ങനെ ആ കുഞ്ഞിന് നമ്മുടെ വേദയുടെ ആ ഒരു മാതൃ സ്നേഹവും ആ ഒരു ഇതും എല്ലാം നൽകിക്കൊണ്ട് വേദ ആ കുഞ്ഞിന് മുലയൂട്ടുകയാണ് കേട്ടോ. അതേസമയം വേദയുടെ കുഞ്ഞിനെ ഏൽക്കാനായിട്ട് നമ്മുടെ ശ്രേയയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ 2 കുഞ്ഞുങ്ങൾക്കും വേദ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ട വരുണിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ്. അങ്ങനെ രാധികയുടെ എല്ലാ ചടങ്ങുകളും എല്ലാം ചെയ്തിട്ട് വരുൺ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ വരുണിൻ്റെ അമ്മ വേദയായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് മോളെ, നമ്മൾ ഇനി ഈ നാട്ടിൽ ഒരിക്കലും നിൽക്കില്ല. രാധികയ്ക്ക് ഈ നാട്ടിൽ ഞാനോ മോനെ ഈ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. അവൾ അവസാനമായിട്ടും ഞങ്ങളോട് പറഞ്ഞത് ആ ഒരു കാര്യമാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് കുഞ്ഞുണ്ടായാൽ ഒരു നിമിഷം ഇവിടെ നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ പോവാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വരുണിൻ്റെ അമ്മ വേദയോട് ചോദിക്കുന്നുണ്ട്, മോള് ഞങ്ങളൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം മോളുടെ ജീവിതം ഒരു ഞാണിമേ കളിയാണ്. എപ്പോൾ വേണമെങ്കിലും മോള് പറഞ്ഞ അനുസരിച്ച് മോളുടെ ആ സഹോദരനായ ശ്രീകാന്ത് മോളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മോളുടെയും കുഞ്ഞിൻ്റെയും ജീവൻ ആപത്താവും. അതുകൊണ്ട് മോള് നമ്മുടെ വരുണിൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം വാ, ഒരു കുഴപ്പവും ഉണ്ടാകാണ്ട് അമ്മ മോളെയും കുഞ്ഞിനെയും നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വേദയുടെ മനസ്സിലും ചില ചിന്തകൾ വരെയാണ്. ശരിയാണ്, കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ ആപത്ത് വരും, എൻ്റെ കുഞ്ഞിനെയും ചിലപ്പോൾ എനിക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ ഡൽഹി മുഴുവൻ അരിച്ചു പിറക്കുകയാണ്. അപ്പം
മോളുടെ മറുപടി അറിഞ്ഞിട്ട് വേണം എനിക്ക് വരുണിൻ്റെ അടുത്ത് സംസാരിക്കാൻ. അപ്പം വേദയ്ക്ക് സമ്മതമാണ്. അങ്ങനെ വരുൺ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വരുണിൻ്റെ അമ്മ നമ്മുടെ വേദയുടെ കാര്യങ്ങളൊക്കെ പറയണം. സത്യം പറഞ്ഞാൽ വേദയെ കണ്ടിട്ടുണ്ടെങ്കിലും വരുണിന് വേദയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ അമ്മ പറയുന്ന കേൾക്കുമ്പോൾ വരുണിന് ഭയങ്കര ഒരു ഇത് തോന്നുകയാണ്. അപ്പോൾ വരുൺ വേദയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ വേദ ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്ന് പറയുന്നുണ്ട്. കാരണം അത് മാത്രമല്ല, ആ കുഞ്ഞിന് അതായത് വരുണിൻ്റെ കുഞ്ഞിന് വേദ മുലയൂട്ടിയ കാര്യവും വരുൺ അറിയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പം വരുണിനൊരു ഭയങ്കര ഒരു റെസ്പെക്റ്റും ഒരു സ്നേഹവും ഒരു മര്യാദയൊക്കെ നമ്മുടെ വേദയോട് തോന്നുന്നുണ്ട്. പിന്നെ അമ്മയുടെ ആ ഒരു ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വരുൺ വേദയും കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ശ്രേയയോട് പറഞ്ഞിട്ട് വേദയും മകളും നമ്മുടെ വരുണിൻ്റെയും അമ്മയോടൊപ്പം അവരുടെ കുഞ്ഞുമായിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ എത്തുകയാണ്. അപ്പോൾ അവിടെ വരുണിൻ്റെ ക്വാർട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ പരിസരത്തൊക്കെ ഉള്ളവർ നോക്കുമ്പോൾ വരുണിൻ്റെ ഭാര്യയാണ് വേദ, അവർക്കൊരു ട്വിൻസ് കുട്ടിയുണ്ടായി എന്ന രീതിയിലാണ്. അങ്ങനെ നമ്മുടെ വരുൺ അവിടെ ACP ആയിട്ട് ചാർജ് എടുക്കാൻ പോവുകയാണ്. അപ്പം വേദയുടെ കുറേ കാര്യങ്ങളും മറ്റും എല്ലാം കുറേയൊക്കെ നമ്മുടെ വരുൺ കേട്ട് മനസ്സിലാക്കി വേദയുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ കേട്ട് മനസ്സിലാക്കിയാണ്. അപ്പം വിക്രമിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വരുൺ അവിടെ എത്തി ചാർജ് എടുത്ത ശേഷം വിക്രമിൻ്റെ ആ കേസിനെ കുറിച്ച് കുറേ സ്റ്റഡി ചെയ്യണം. അപ്പം പല കേസുകളും വരുന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ വരുൺ തീരുമാനിക്കണം. അങ്ങനെ അവിടുത്തെ SI ആയിട്ട് പറയുന്നുണ്ട്, ഈ നമ്മുടെ വിക്രമിൻ്റെ കേസിൽ കോടതിയിൽ കൃത്യമായ സാക്ഷികളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആ കേസൊന്ന് നന്നായിട്ട് പഠിച്ച് ആ കേസ് റീഓപ്പൺ ചെയ്യണമെന്നുള്ളത് വരുൺ പറയുന്നുണ്ട്. ഈ വിവരം അപ്പം തന്നെ അവിടുത്തെ SI നമ്മുടെ ശ്രീകാന്തിനെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ഡൽഹിയിൽ നിന്നും ഒരു ACP വന്നിട്ടുണ്ടെന്നും പുലിയാണ്. കാരണം ഡൽഹി വിറപ്പിച്ച ഒരു കില്ലാടിയാണ് ആൾ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ വിക്രമിൻ്റെ കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഏത് കില്ലാടിയോ ആയിക്കോട്ടെ, അതൊന്നും ശ്രീകാന്തിന് പുല്ലാണ്. കാരണം എന്ത് സാക്ഷിയാണ് അവൻ ഈ ഒരു കേസിൽ കൊണ്ടുവരാൻ പോകുന്നത്, എനിക്കൊരു പേടിയില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ വിക്രമിനെ അപായപ്പെടുത്താനായിട്ട് പല കളികളും കളിക്കുന്നുണ്ട് കേട്ടോ. ജയിലിൽ പരോളിലിറങ്ങിയ ഒരു ഗുണ്ടേനെ പൈസ കൊടുത്ത് ശ്രീകാന്തിൻ്റെ കയ്യിലാക്കിയിട്ട് തിരിച്ച് കയറുമ്പോൾ വിക്രമിനെ കൊല്ലാനായിട്ടുള്ള എല്ലാ പദ്ധതികളും ശ്രീകാന്ത് ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിൻ്റെ എന്ത് കേസിനും ഇതൊന്നും അറിയാണ്ട് ദർശനും ഒപ്പം നിൽക്കുകയാണ്. കാരണം ദർശൻ്റെ വിചാരം ഈ വിക്രമാണ് തൻ്റെ അച്ഛനായ ചന്ദ്രശേഖരനെ കൊന്നു എന്നുള്ളതാണ് ശ്രീകാന്ത് ദർശനെയും കൂടെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ദർശന് വേദയോടും വിക്രമിനോടും ഭയങ്കര അടക്കാത്ത ദേഷ്യമാണ്. അപ്പോൾ എല്ലാ കേസിനും കൂട്ടു നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ACP ഡൽഹിയിൽ നിന്ന് ഇവിടെയിട്ട് വന്നിട്ടുണ്ടെന്നും അയാൾ ഡൽഹിയിലാണ്. അപ്പോൾ ശ്രീകാന്തും നമ്മുടെ ദർശനും തമ്മിൽ ഒരു സംശയം പറയണം. കാരണം വേദ ഡൽഹിയിലാണല്ലോ, ഇയാൾ വന്നിട്ട് നമ്മുടെ വിക്രമിൻ്റെ കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ വിക്രമുമായിട്ട് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? ഇനി വേദ അവിടെ ആയതുകൊണ്ട് വേദയും ഇയാളുമായിട്ട് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് വഴിയാണോ ഈ കേസ് പൊക്കുന്നതെന്നുള്ളത് ശ്രീകാന്തിനൊരു സംശയം. അപ്പോൾ ദർശൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, വേദ അവിടെ വളരെ ഒളിച്ച് താമസിക്കുകയാണ്. വേദയ്ക്ക് അവിടെ ആകെ അറിയാവുന്നത് ആ ശ്രേയ എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടിയായിട്ട് മാത്രമേ എന്തായാലും ബന്ധം ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഈ പോലീസുകാരനായിട്ട് ബന്ധം വരാൻ, കാരണം വേദ അങ്ങനെ പുറത്തിറങ്ങി അധികം പബ്ലിസിറ്റി കൊടുക്കാൻ വഴിയില്ല. കാരണം വേദയ്ക്ക് പേടിയുണ്ട്. കാരണം ശ്രീകാന്ത് ഇങ്ങനെ അരിച്ചു പിറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ദർശൻ പറഞ്ഞു, ഇല്ല, അതിനൊരിക്കലും ചാൻസ് ഇല്ല. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എന്തായാലും കേസ് അവൻ പൊക്കട്ടെ, എനിക്കതൊന്നും വിഷയമല്ല, എന്തായാലും വിക്രം ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടപടിയാവുള്ളൂ എന്നുള്ള രീതിയാണ്. അങ്ങനെ അവരുടേതായ പ്ലാനും കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ക്വാർട്ടേഴ്സിലെത്തുന്ന നമ്മുടെ വേദ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ രാധികയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. അത് പല രീതിയിൽ ഒളിച്ചും മറിഞ്ഞും ഒക്കെ നമ്മുടെ വരുണിൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. അതായത് വേദയുടെ കുഞ്ഞിന് ഒരു സ്നേഹം, അല്ലെങ്കിൽ രാധികയുടെ കുഞ്ഞിന് അങ്ങനെ സ്വന്തം മക്കളെ പോലെ തന്നെ ആ ഒരു സ്നേഹവും ലാളനവും എല്ലാം കൊടുത്ത് തന്നെയാണ് ആ രണ്ട് കുട്ടികളെയും വേദ വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വരുണിന് ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നുകയാണ് കേട്ടോ നമ്മുടെ വേദയോട്. അപ്പം വരുൺ അതിന് ശേഷം നമ്മുടെ വിക്രമിൻ്റെ കേസിനെ കുറിച്ച് പഠിക്കുകയും വിക്രമിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വേദയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അറിയണം. അതായത് ഇങ്ങനെ ജഡ്ജിയായിരുന്ന ശങ്കരനാരായണൻ്റെ മകളാണെന്നും അവരുടെ സഹോദരനാണ് ശ്രീകാന്ത്, പിന്നെ
പിന്നെ അതുപോലെ തന്നെ വിക്രം ചെയ്യാത്ത തെറ്റിനാണ് ഈ 2 പ്രാവശ്യവും ജയിലിൽ കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വിക്രമിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ച് നമ്മുടെ വരുണിന് കിട്ടുകയാണ്. അപ്പോൾ വരുണിൻ്റെ ഫാമിലിയെ നമ്മുടെ വിക്രമിൻ്റെ ഫാമിലിയെക്കുറിച്ചും കുറച്ച് തിരക്കുന്നുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ അമ്മ കമല മരണപ്പെട്ടു എന്നും അച്ഛൻ ഇപ്പോൾ മകൻ്റെ കൂടെയാണ് എന്നുള്ള കാര്യമൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ വരുൺ നമ്മുടെ വേദയോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വിക്രമിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ അമ്മ മരണപ്പെട്ട കാര്യം അത് വേദയെ വല്ലാണ്ട് വിഷമിപ്പിക്കുകയാണ്. കാരണം തൻ്റെ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാനോ അല്ലെങ്കിൽ വിക്രമിൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണിക്കാനോ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷമം വേദയെ വല്ലാണ്ട് മനസ്സിനെ വേദനിപ്പിച്ചു കേട്ടോ. അതുമാത്രമല്ല വിക്രമിന് ചില രീതിയിലൊക്കെ ഈ ജയിലിൽ കുറച്ച് അപകടങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ആരൊക്കെയോ ഇങ്ങനെ അപായപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും വരുൺ അറിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിക്രമിനെ നമുക്ക് വെളിയിലിറക്കണം. കാരണം ഇല്ലെങ്കിൽ വിക്രമിൻ്റെ ജീവന് തന്നെ അത് ആപത്താണ് എന്നുള്ളത് വേദയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിക്രമിൻ്റെ അച്ഛൻ ഒരു മകൻ വിശ്വൻ എന്ന് പറഞ്ഞൊരു മകൻ്റെ കൂടെയാണ്. അങ്ങനെ വിക്രമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് പരോളിറങ്ങിയ ഒരു ഗുണ്ടെ വിക്രമിനെ കൊല്ലാൻ വേണ്ടി ജയിലിൽ അയക്കുകയാണ്. പക്ഷേ ഈ വിക്രമിനെ സംബന്ധിച്ച് ജയിലിൽ അവിടുത്തെ ജയിലറായ ആൻഡ്രൂസ് എന്ന് പറയുന്ന സാറ് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. വിക്രമിന് വേണ്ടുന്ന മനോധൈര്യവും പിന്നെ അതോടൊപ്പം അവിടെ സെല്ലറിൽ കഴിയുന്ന രാഘവേട്ടനും വിക്രമിന് വേണ്ട എല്ലാ മനോധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം നമ്മുടെ ഈ ശ്രീകാന്ത് ഏർപ്പാടാക്കിയ പരോള് കഴിഞ്ഞ് കയറിയ ആ ഒരു കുറ്റവാളി നമ്മുടെ വിക്രമിനെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിന് നല്ല പരിക്ക് വരുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. ഈ വിവരം അറിയുന്ന വരുൺ നമ്മുടെ വേദയെ അറിയിക്കുന്നുണ്ട്. വേദയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. അങ്ങനെ വേദ ശാഠ്യം പിടിക്കണം, എനിക്ക് വിക്രമിനെ ഒരു നോക്ക് കാണണം സർ, പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വേദയും കൂട്ടി വരുൺ ആ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. മറ്റാരും കാണാണ്ട് ദൂരെ നിന്ന് നമ്മുടെ വിക്രമിനെ 1 വർഷത്തിന് ശേഷം നമ്മുടെ വേദ കാണുകയാണ്. പക്ഷേ വിക്രം നല്ല മയക്കത്തിലായിരുന്നു. അപ്പോൾ വേദ വന്നതോ ഒന്നും വിക്രം അറിഞ്ഞിട്ടില്ല. തൻ്റെ ഭർത്താവായ വിക്രമിനെ ഒന്ന് അടുത്തിരുന്ന് ഒന്ന് ശുശ്രൂഷിക്കാനോ ഒന്ന് കാണാനോ ഒന്ന് തൊടാനോ പോലും പറ്റാണ്ട് വേദ വിങ്ങി പൊട്ടുകയായിരുന്നു കേട്ടോ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, നമുക്കിവിടെ അത്ര കംഫർട്ടല്ല വേദ, നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം, എന്തായാലും കണ്ടില്ല. അങ്ങനെ വരുൺ പറഞ്ഞനുസരിച്ച് വേദേനെയും കൂട്ടി കൊണ്ടുപോവുകയാണ്. കാരണം വേദേനെ ഇപ്പോൾ വെളിയിലോട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. പല എവിഡൻസുകളും ശേഖരിക്കാനുണ്ട് വരുണിന്. എന്നിട്ട് മാത്രമേ നമ്മുടെ നമ്മുടെ ശ്രീകാന്തിനെതിരെ വിക്രമിനെ രക്ഷിക്കാനുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേദ എന്തായാലും പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനെ കണ്ട് ചില തെളിവുകൾ അച്ഛനെ ഏൽപ്പിക്കണം സാറെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വരുൺ പറയുന്നുണ്ട്, നമ്മുടെ വിക്രമിനെ രക്ഷിക്കാനായിട്ട് എല്ലാ തെളിവുകളും വിക്രമിനെതിരെയാണ് വേദ. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ വേദ പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ എവിഡൻസും വീഡിയോയും എൻ്റെ കയ്യിലുണ്ട് എന്ന് വേദ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഏകദേശം നമ്മുടെ അപ്കമിങ് വിശേഷം ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അതായത് 1 കൊല്ലത്തിന് ശേഷം നമ്മുടെ വേദയും മകളും എത്തുകയാണ് നമ്മുടെ വരുണിൻ്റെ സഹായത്തോടു കൂടി. അങ്ങനെ വിക്രമിനെ രക്ഷിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുണിൻ്റെ സഹായത്തോടെ തന്നെ വേദ കണ്ടുപിടിച്ച് തൻ്റെ അച്ഛനായ ശങ്കരനാരായണനെ ക്കുന്ന സീനുകളൊക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വിശേഷം ഞാൻ നാളെ നമ്മുടെ അപ്കമിങ് വിശേഷത്തിൽ രാവിലെ 11 മണിക്ക് ഇടും. അപ്പോൾ ഇതുവരെ കേട്ട ഈ പവിത്രത്തിൻ്റെ പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ സുമി മുഫാസ് മനസ്സിൽ രാവിലെ 11 മണിക്ക് പവിത്രം, ഉച്ചയ്ക്ക് 2:30 കാറ്റത്തെ കിളിക്കൂട്, പിന്നെ രാവിലെ ഇവർ വിവാഹിതരായാൽ കറക്റ്റ് 6:30 ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Bye bye.